ഇന്ന് ഇന്ത്യയിൽ 21ാമത്തെ ദേശീയ പണിമുടക്കാണ് നടക്കുന്നത്. നിലവിലുള്ള മോദി ഗവൺമെൻറ്റിനോട് അതിൻ്റെ തൊഴിൽ മന്ത്രാലയത്തോടും 2024 ആഗസ്റ്റ് 28 മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ അവകാശങ്ങൾ, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇപ്പോൾ 2025 ആഗസ്റ്റ് ആവാൻ ഇനി ഒരു മാസമുണ്ട്, ഒരു വർഷമാകാൻ പോകുന്നു, 11 മാസമാകും. ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾ അതേപോലെ തുടരുകയും തൊഴിലാളികളുടെ തൊഴിലിനും ജീവനും ഒന്നും ഒരു സംരക്ഷണവുമില്ലാത്ത നിലയിൽ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലയെ മുഴുവൻ വിറ്റഴിക്കുന്നു. 8 മണിക്കൂർ ജോലി എന്നുള്ളത് പാലിക്കാതെ അത് 12 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യണമെന്ന് നിർബന്ധം. അങ്ങനെ തൊഴിൽ മേഖലയെ ആകെ തൊഴിലാളികൾക്ക് ദ്രോഹകരമായ നിലയിലുള്ള നിയമങ്ങൾ കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇതൊരു താക്കീത് മാത്രമാണ്. വലിയ പ്രക്ഷോഭത്തിലേക്ക്, ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇന്ത്യയിലെ തൊഴിലാളി വർഗം മുന്നോട്ട് പോകേണ്ടി വരും, നയിക്കേണ്ടി വരും. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈ തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റിനെതിരെ ഉള്ള സമരം ശക്തിപ്പെടുത്തി അവരെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ദേശീയ പണിമുടക്ക് ഒരു സൂചനാ പണിമുടക്കായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 21ാമത്തെ പണിമുടക്കാണ്. വാതലയിൽ കേരളത്തിൽ മുഴുവൻ ജനങ്ങളും ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. വടക്കേന്ത്യയിലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളികളുടെ പങ്കാളിത്തോടായതുകൊണ്ട് 25 കോടി തൊഴിലാളികൾ ഇന്ന് സമരത്തിലാണ്. ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പണിമുടക്ക് നടക്കുക. 53 കോടി തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കും. കഴിഞ്ഞ 48 മണിക്കൂർ പണിമുടക്ക് രാജ്യത്ത് നടന്നത് പുതിയ ലേബർ കോഡുകൾ നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പണിമുടക്കിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടം രൂപീകരിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോയി. എന്നാൽ ഇപ്പോൾ മോഡി ഗവൺമെന്റ് ചട്ടമുണ്ടാക്കി ഈ നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ നിയമം നടപ്പിലാക്കുന്ന മൂലം തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. മിനിമം കൂലി ഇല്ലാതാകുന്നു. 8 മണിക്കൂർ എന്ന ജോലി 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെയാകും. തൊഴിലാളികളുടെ ESI, PF അടക്കമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തകർക്കപ്പെടും. ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും കരാർ തൊഴിൽ വ്യാപകമാവുകയും ചെയ്യും. ഈ നിലയിലുള്ള വളരെ തൊഴിലാളി വിരുദ്ധമായ നടപടികൾ ഈ രാജ്യത്ത് തുടരുന്നു. കരാർ ജീവനക്കാർക്ക് പുല്ലുവിലയാണ് നൽകുന്നത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്കടക്കമുള്ള സ്കീം തൊഴിലാളികൾക്ക് തുച്ഛമായ പ്രതിഫലം 1000 രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന അലവൻസ്. അപ്പോൾ മിനിമം വേജസ് എന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിരുന്നു. ആ തൊഴിലാളികളുടെ ഈ മിനിമം വേജസ് എന്ന നിയമം ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിഷേധമുയരും. കേരളത്തിൽ പണിമുടക്ക് ഹർത്താൽ അല്ലെങ്കിൽ ബന്ദായി മാറുകയാണ്. ഇതിനകം ഈ പണിമുടക്ക് സമരത്തിൽ ഏർപ്പെട്ട മുഴുവൻ തൊഴിലാളികളെയും ജീവനക്കാരെയും സംയുക്ത ട്രേഡ് യൂണിയന്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പെട്രോളിനും ഡീസലിനും പാചകവാതക മണ്ണെണ്ണയ്ക്കും
മണ്ണെണ്ണയ്ക്കോ തൊട്ടതിനൊക്കെ തീവിലയാക്കി കേന്ദ്രം വാഴും BJP നിങ്ങൾക്കെതിരെ ഉയരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം കേന്ദ്രം വാഴും BJP നിങ്ങൾക്കെതിരെ ഉയരുന്നു ഈ നാടിൻ പ്രതിഷേധം പെട്രോളിനും ഡീസലിനും പാചകവാതക മണ്ണെണ്ണയ്ക്കോ